14 മാർച്ച് മുതൽ ഏപ്രിൽ 14 വരെ സൂര്യൻ മീനം രാശിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു മാസക്കാലം, അതായത് ഏപ്രിൽ 14 വരെ യാതൊരുവിധ ശുഭകർമ്മങ്ങൾക്കും പറ്റിയ സമയം അല്ല. ഈ ഏപ്രിൽ 14 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും ഒഴിവാക്കുന്നത് നല്ലതാണ്. അതായത് ഈ സമയത്ത് വിവാഹം നടത്തുന്നത് ഒഴിവാക്കുക, കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ ആദ്യമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏപ്രിൽ 14 ശേഷം തുടങ്ങുന്നതായിരിക്കും നല്ലത്. സൂര്യൻ മീനം രാശിയിൽ നിൽക്കുന്ന ഈ സമയത്ത്, അതായത് ഏപ്രിൽ 14 വരെയാണ് സൂര്യൻ മീനം രാശിയിൽ നിൽക്കുന്നത്. ആ സമയത്ത് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അത് സക്സസ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വളരെയേറെ അശുഭ സമയമാണിത്. ആയതിനാൽ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാതിരിക്കുക. വിവാഹ നിശ്ചയം നടത്തുന്നതിൽ കുഴപ്പമില്ല. നേരത്തെ തന്നെ ചെയ്തു വച്ചിരിക്കുന്ന പണികൾ തുടരുന്നതിൽ കുഴപ്പമില്ല. ജനനം മുതലുള്ള കൊച്ചുകുട്ടികളുടെ കാര്യങ്ങൾ, അതായത് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം 28-ന് നൂല് കെട്ടുക, അതിനുശേഷം 6 മാസത്തിനുള്ളിൽ ചോറ് കൊടുക്കുക, ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. അതൊക്കെ മുറ പോലെ ചെയ്യാവുന്നതാണ്. പക്ഷേ മുണ്ടനം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഏപ്രിൽ 14 വരെയുള്ള ഈ സമയത്ത് വീടും വസ്തുവും ഒക്കെ വാങ്ങുന്നതും വിൽക്കുന്നതും നല്ലതല്ല. അതുപോലെ തന്നെ വീടിൻ്റെയും വസ്തുവിൻ്റെയും രജിസ്ട്രി ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഏപ്രിൽ 14 വരെ, അതായത് സൂര്യൻ മീനം രാശിയിൽ നിൽക്കുന്ന സമയത്ത് 12 രാശിക്കാർക്ക്, അതായത് 27 നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 14 വരെയുള്ള സമയം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. സൂര്യൻ മീനം രാശിയിൽ പ്രവേശിച്ചത് തുലാം, വൃശ്ചികം, മകരം, മിഥുനം, ഈ 4 രാശിക്കാർക്ക് വളരെ നല്ലതാണ്. ബാക്കി 8 രാശിക്കാർക്കും നല്ലതല്ല. ചിങ്ങൻ രാശിക്കാരുടെ കാര്യത്തിൽ അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും അപകട സാധ്യതയും ഉണ്ട്. കന്നി രാശിക്കാരുടെ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തുലാൻ രാശിക്കാരുടെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകുകയും സൂര്യദേവൻ്റെ അനുഗ്രഹം ഇവർക്കുണ്ടാകുകയും ചെയ്യും. വൃശ്ചികൻ രാശിക്കാർ ആരോഗ്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക. വിദ്യാർത്ഥികൾ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ധനു രാശിക്കാർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. കരിയർ സംബന്ധമായും പ്രശ്നങ്ങൾക്ക് ഇടയുണ്ട്. മകരം രാശിക്കാരുടെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ മംഗളകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും. സൂര്യദേവൻ്റെ കൃപ ഇവരിൽ ഉണ്ടാകും. കുംഭൻ രാശിക്കാരുടെ കണ്ണുകളുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ അപകട സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. മീനൻ രാശിക്കാരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ കൂടുതൽ ടെൻഷൻ എടുക്കാതിരിക്കുക. ഈ സമയത്ത് കുളിച്ച് ശുദ്ധമായി രാവിലെയും വൈകിട്ടും ചെറിയ നാരായണ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് നല്ലതായിരിക്കും. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗുണപ്രദമായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.